ഇതിപ്പോൾ ഈ ഒരു വണ്ടിയാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോണത്. ഇത് പട്ടാമ്പിന്ന് വന്നതാണ്. അപ്പോൾ ബേസ് മോഡൽ കേട്ടോ, LXI മോഡൽ ബെലീനോ ആണ് കേട്ടോ. അപ്പോൾ ബേസ് മോഡലായാൽ തന്നെ ഇതിൽ 4 ഡോർ പവറിൻ്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രസമുള്ളൊരു ഇൻറ്റീരിയൽ തന്നെയാണ് ഇതിൽ വന്നതാണ് കേട്ടോ. മുമ്പത്തെ ബെലീനോ വീഡിയോയിൽ ഞാനൊരു മ്യൂസിക് ഇട്ടായിരുന്നു, അതാണ് കേട്ടോ. പറയാൻ പറ്റില്ല, കാരണം അത് നൈറ്റാണ് വന്നത്, 1 മണി 2 മണി ടൈമിലാണ് വന്നത് വെളുപ്പിന്. അതുകൊണ്ട് എനിക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വണ്ടി ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യണേ. കാരണം നമ്മുടെ ഹേരിയറിലൊക്കെ വന്ന ഒരു ലുക്കിലുള്ളൊരു ഇൻഫോടൈൻമെൻറ്റിൻ്റെ പോലെയാണ് ഇതിൻ്റെ ഷേപ്പ് കാര്യങ്ങളൊക്കെ വന്നത് കേട്ടോ. ആ ഒരു ഷേപ്പാണ് വന്നത്, ഹേരിയറിൻ്റെ ഇൻഫോടൈൻമെൻറ്റിൻ്റെ ഷേപ്പ് വന്നതാണ്. പുതിയൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഇൻറ്റീരിയലാണ് ഇതിൽ വന്നത്. ഭയങ്കര ക്യൂട്ട്നെസ് ആയിട്ടുള്ളൊരു പോലെയാണ് ബെലീനോ ഇപ്പോൾ ചെയ്ത് നിർത്തിയാണ് വണ്ടി. സീറ്റായാലും വളരെയധികം സ്പോർട്ടിയുള്ളൊരു സീറ്റൊക്കെയാണ് ഇതിന് വന്നത് കേട്ടോ. ഒരു ഫാബ്രിക് ആയിട്ടുള്ള സീറ്റ് വന്നത്. നമ്മൾ ടാൻ കളറാണ് ചെയ്യാൻ പോകുന്നത് ഈ സീറ്റ് കവർ. പിന്നെ കമ്പനി ഇതിലൊരു സ്റ്റിയറിംഗ് സ്റ്റിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പാനലാണ് ഇതിന് വന്നത്. ബേസ് മോഡലൊക്കെ വരുന്ന പോലെ തന്നെ, ബെലീനോയ്ക്കും സ്വിഫ്റ്റിനൊക്കെ വരുന്ന പോലെ തന്നെ ഇവിടെ ഒരു ഫോൺ വയ്ക്കുന്ന ഒരു പൗച്ചൊക്കെ ആയിട്ടാണ് വന്നത് കേട്ടോ. ഇത് മാറ്റിയിട്ട് നമുക്ക് 9 ഇഞ്ചിൻ്റെ ഫ്രെയിം വയ്ക്കണം. പിന്നെ നമുക്ക് 6 ഇഞ്ച് സ്പീക്കേഴ്സിൻ്റെ ഹോളാണ് ഇതിൽ വന്നത് കണ്ടോ. 6 ഇഞ്ച് സ്പീക്കേഴ്സ് വെക്കാനുള്ളൊരു ഹോളാണ് വന്നത്. അപ്പോൾ ഈ ഒരു സ്പോഞ്ച് നമുക്ക് റൗണ്ടിൽ കറക്റ്റായിട്ട് കട്ട് ചെയ്ത ശേഷം നമുക്ക് കോവാക്സൽ സ്പീക്കേഴ്സ് ചെയ്യണം കേട്ടോ. ആൾക്ക് അധികം വലിയ പൈസയുടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. സ്പീക്കേഴ്സ് ഉള്ളത് എന്തായാലും നല്ലത് വെക്കാന്നുള്ള രീതിയിലാണ്. ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ഉള്ളത് പയനിയറിൻ്റെ കോവാക്സലാണ്. നല്ല ഇപ്പോൾ പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കോവാക്സൽ സ്പീക്കർ അടിപൊളിയാട്ടോ, നല്ല രസമാണ്. അത് എന്താ പറയുക, വർക്കിംഗ് അതിന് അടിപൊളി പെർഫോമൻസ് ഉള്ളതാണ്. പണ്ടത്തെ പയനിയറിൻ്റെ പോലെയല്ല പുതിയ വരുന്ന കോവാക്സൽ കേട്ടോ. മുമ്പ് വന്നായിരുന്ന കോവാക്സൽ ഒരു പവർഫുൾ അല്ലായിരുന്നു, ഇത് നൈസാട്ടോ. ഇപ്പോൾ വന്നേക്കുന്നത് 350 വാട്ട് ഏകദേശം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രസമാണ്. ഡോർ പേഡ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ അഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, 4 ഡോർ പേഡ് അഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വയറിങ് മാരുതിയുടെ വണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ വയറിങ് വന്നിട്ടുണ്ട്, ഡോർ പേഡിലേക്ക് തന്നെ വയറിങ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് സെപ്പറേറ്റ് ഒന്നും ചെയ്യണ്ട. മാരുതിയുടെ വണ്ടിയുടെ ഒരു പ്രത്യേകതയാണ്, നമുക്ക് കൂടുതൽ പണിയൊന്നും ഉണ്ടാവില്ല, കറക്റ്റ് വർക്കായിരിക്കും. നല്ല സുഖമായിട്ട് നമുക്ക് ചെയ്യാനും പറ്റും കേട്ടോ. ഇപ്പോൾ ഇത്തിരി ബിൽഡ് ക്വാളിറ്റി ഒക്കെ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ മാരുതി കൂട്ടിയിട്ടുണ്ടെന്ന് തന്നെ പറയാം കേട്ടോ. ബെലീനോയിൽ നല്ല അടിപൊളിയായിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഞെക്കുമ്പോൾ താന്നു പോണ പാനലൊക്കെ ആയിരിക്കും. പക്ഷേ ഇതൊക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. നല്ല ഓപ്ഷൻ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂസ് ചെയ്യാം നമുക്ക്. ഈ ഒരു റേറ്റിൽ ബേസ് മോഡൽ എടുക്കുക നല്ല അടിപൊളി ഓപ്ഷനാണ് കേട്ടോ. സ്വിഫ്റ്റ് ബേസ് മോഡൽ എടുക്കാൻ നല്ലത്, ബെലീനോ ഈ ഒരു ബേസ് മോഡൽ എടുക്കാൻ നല്ലത്. 4 ഡോറിൽ പവറിന് വരുന്നുണ്ട്. ഡോർ പേഡൊക്കെ അടിപൊളിയായിട്ട് കാണാനായിട്ട് നല്ല ലുക്കുള്ളൊരു മാരുതിയുടെ ഡോർ പേഡാണെന്നുള്ള ചിന്തിക്കാനുള്ളൊരു തരത്തിലുള്ള ഡോർ പേഡൊക്കെയാണ് ഇത് വന്നത് കണ്ടോ. നൈസാണ്, ബ്ലൂ കളറിൽ 4 ഡോർ പവറിൻ്റെയും അതേപോലെ തന്നെ സെൻട്രൽ ലോക്ക് മാനുവലും ഫ്ലിപ്പും അതേപോലെ തന്നെ സെൻട്രൽ ലോക്ക് മാനുവൽ സ്വിച്ചും വരുന്നുണ്ട്. അതേപോലെ തന്നെ പവറിൻ്റെ ലോക്കും വരുന്നുണ്ട്. പിന്നെ കീയിലാണ് സെൻട്രൽ ലോക്ക് വരുന്നത് കേട്ടോ. നമ്മളെ ഫുൾ ഓപ്ഷനിലൊക്കെ വരുന്ന ടൈപ്പ് തന്നെയാണ്, മാരുതിയുടെ ഫുൾ ഓപ്ഷനിൽ വരുന്ന ടൈപ്പ് തന്നെയാണ് നമുക്ക് ഈ ഒരു വണ്ടിയിലും വന്നതാണ് കേട്ടോ. സ്വിഫ്റ്റിയുടെ മുമ്പ് ചെയ്താൽ നമുക്ക് ബേസ് മോഡൽ വണ്ടിയിൽ നമുക്ക് കീ ഒന്നും തന്നായിരുന്നില്ല, സെൻട്രൽ ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു വണ്ടിയിലല്ലാണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ക്യാമറ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് കാണിച്ചു തരാം കണ്ടോ. നമുക്ക് 2 ടൈപ്പിൽ ഇതിൽ ക്യാമറ വയ്ക്കാൻ പറ്റും. ഈ ഒരു പോർഷനിലും വെക്കാം കേട്ടോ. ഈ പോർഷനിൽ റൗണ്ട് ഹോൾ അടിച്ചിട്ടും വെക്കാം കണ്ടോ. നമ്മൾ ഈ ഓയിൽ ഫിറ്റ്മെൻറ്റ് എന്ന് പറയില്ല, ഒരു റൗണ്ടിലും വെക്കാം. അതേപോലെ തന്നെ കമ്പനി വരുന്ന ടൈപ്പ് ഈ ഒരു പോർഷനിലും വെക്കാം. ഓക്കെ, ഡോർ പേഡാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത്. നല്ല രസമാണ് ഡോർ പേഡ് കാണാനായിട്ട്. ഇനി നമുക്ക് ഈ പാനലൊക്കെ അടിച്ചെടുത്തിട്ട് സമയം കളയണം തന്നെ പരിപാടി നമുക്ക് തുടങ്ങാം. ഇതിലൊരു സബ് വൂഫറും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ലുക്കിലാട്ടോ നമ്മുടെ ബെലീനോയുടെ ഒരു സ്റ്റീരിയോ പാനൽ റിമൂവ് ചെയ്ത ശേഷമുള്ള ഒരു ഇതാട്ടോ. ഇതാണ് വരുന്നത് നമ്മുടെ ബെലീനോൻ്റെ ഒരു പാനൽ കേട്ടോ. നല്ല വലിയൊരു പീസാണ്. എന്തായാലും നല്ല ക്വാളിറ്റിയിൽ തന്നെ അവർ ചെയ്തതാണ് കേട്ടോ. മുമ്പ് കഴിക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടാവാറില്ലേ. ഇപ്പോൾ നല്ല
സ്ട്രോങ് ആയിട്ടാണ് എല്ലാം ചെയ്തെടുത്തേണ്ടത്. എല്ലാ വർക്കും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ അഴിക്കുന്ന കാര്യങ്ങളൊക്കെ ഡോർ പേഡ് ആയാലും നമ്മൾ അഴിക്കുന്ന കാര്യങ്ങൾ കേട്ടോ. നമ്മളെ ആക്സറീസ് വന്നവിടെ കാര്യങ്ങളൊക്കെ അഴിക്കുമ്പോൾ നമുക്കൊരു ഫീൽ കിട്ടുന്നുണ്ട്, നല്ലൊരു ക്വാളിറ്റി ഫീൽ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ അസാഡിൻ്റെ ഒരു വയറിംഗ് കിറ്റാണ് ഇത് വന്നത്. പിന്നെ ഇത് നമുക്ക് വയർ കട്ട് ചെയ്യാണ്ടിരിക്കാനുള്ള സോക്കറ്റ്, ഈ ഒരു സോക്കറ്റാണ് സ്റ്റീരിയോ കപ്ലർ ആട്ടോ അത്. ഇത് പിന്നെ ഒരു FM കപ്ലറും തന്നെ ഉണ്ട്. മെയിനായിട്ട് ഇതിൽ ചാർജറിൻ്റെ ഒരു സ്ലോട്ട് ഇതിൽ ഇൻക്ലൂഡായിട്ട് വന്നിട്ടുണ്ട്, കമ്പനി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നെക്സോണിലൊക്കെ ചെയ്യണ പോലെ. അപ്പോൾ ഇതിൽ നമ്മൾ കപ്ലർ ചെയ്യാൻ പോവാണ്. FM-ന് കപ്ലർ ഓൾറെഡി നമ്മളിവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ആ പാനലിൽ വരാം, മുമ്പത്തെ പാനൽ വന്നായിരുന്ന ക്ലിപ്പ് കണ്ടോ, ക്ലിപ്പൊക്കെ ഈ ഒരു പാനലിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഊരി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പുതിയ പാനലിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ കപ്ലർ. ഇതിൽ സ്പീക്കേഴ്സ് വയർ, അതേപോലെ തന്നെ കീ ഓൺ ചെയ്യുമ്പോഴുള്ള കണക്ഷൻ, അതേപോലെ തന്നെ ഡയറക്റ്റ് കണക്ഷൻ, ഗ്രൗണ്ട്, അതേപോലെ തന്നെ ക്യാമറയുടെ കണക്ഷൻ, അങ്ങനെ സ്റ്റീരിംഗ് കൺട്രോൾ വെക്കാൻ ആഡ് ചെയ്യണമെങ്കിൽ ആ ഒരു കണക്ഷനും കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ചാൽ മാത്രം മതി കേട്ടോ. കണ്ടോ, ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മളെ കപ്ലർ ചെയ്ത് കേട്ടോ. സാര പണിയുള്ളൂ. നമ്മുടെ പുതിയ ഫ്രെയിമിലേക്ക് നമ്മൾ ഹസാഡ്, അതേപോലെ തന്നെ AC വിൻഡോയിൽ വരുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ അഴിച്ച് ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പഴയ പാനലിൽ നിന്ന് ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇൻഫോടൈൻമെൻറ്റും ഇതിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഈ ലുക്കിലാണ് ഇതിൻ്റെ പാനൽ നമുക്ക് വരുന്നത് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞൊരു ഹേരിയറിൻ്റെ കറക്റ്റ് ലുക്കിലുള്ള ഒരു പാനലാണ് കണ്ടോ. ആ ഒരു ഷേപ്പിലുള്ള ഒരു പാനലാണ് ഇതിന് കമ്പനി ചെയ്ത് എടുത്തതാണ് കേട്ടോ. ഗൈസ്, ഇപ്പോൾ നമ്മുടെ സബ് വൂഫറിൻ്റെ വയറിംഗ് ഗതി നമ്മൾ വലിച്ചുകൊണ്ടിരിക്കുക. ഈ ഓറഞ്ച് കളറിൽ വരുന്ന നോർമൽ വയറിംഗാണ് ചെയ്യുന്നത്. പിന്നെ ഇത് നമ്മൾ കോവാക്സൽ സ്പീക്കറാണ് ഫ്രണ്ടിൽ വെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുതന്നെ അതിൻ്റെ ഹോള് കാര്യങ്ങളൊക്കെ അളവെടുത്ത് ചെയ്യാം കേട്ടോ. ഇതിന് മേളിലൊരു ഫോം വെച്ചിട്ടാണ് സ്പീക്കർ ഫിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു എഫക്റ്റ് ഓർമ്മ ഉണ്ടാവും കേട്ടോ സ്പീക്കർ ചെയ്യുമ്പോൾ. ആ ഫോം വെക്കുകയാണെങ്കിൽ കറക്റ്റ് എയർ ടൈറ്റ് ആയിട്ട് ആ ഒരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് കിട്ടും. സ്പീക്കർ ജസ്റ്റ് കാണിച്ചു തരാം. പയനിയറിൻ്റെ കോവാക്സിൽ കേട്ടോ. മുമ്പ് വന്ന കോവാക്സിൽ സ്പീക്കേഴ്സ് ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ അടിപൊളിയാട്ടോ. നമ്മളെ കമ്മോൺ സ്പീക്കറിൻ്റെ ഏകദേശം സൗണ്ട് ക്വാളിറ്റിയിൽ ഈ ഒരു കോവാക്സിൽ കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ് ഇത് കാണാനായിട്ട്. ഇതിൻ്റെ വർക്കിങ്ങും അതിലേറെ രസമാണ് കേട്ടോ. പിന്നെ നമ്മൾ സീറ്റ് കവേഴ്സൊക്കെ ചെയ്തു കേട്ടോ. അത് ഫിറ്റ് ചെയ്യണ വീഡിയോ എടുക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് വിട്ടുപോയിട്ടുണ്ട്. കുഴപ്പമില്ല, അത് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ സീറ്റ് കവർ ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, നല്ല രസമായിട്ടുണ്ട് ഉൾവശം കാണാനായിട്ട്. എല്ലാം കഴിഞ്ഞിട്ട് സീറ്റ് കവേഴ്സിൽ വരാം കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ അവിടെ സബിൻ്റെ വയർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് സബിൻ്റെ ഫ്യൂസ് കേട്ടോ. സബിലോ അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ഷോർട്ടൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ പ്രൊട്ടക്ഷൻ കാണിക്കാനുള്ളൊരു ഫ്യൂസ് പോകുള്ളൂ, അല്ലെങ്കിൽ വയറിങ്ങിനൊന്നും ബാധിക്കില്ല. അതിന് വേണ്ടിയൊരു സംഭവം വെക്കാൻ കേട്ടോ. ഇതിൻ്റെ എൻജിൻ റൂം ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. പുതിയ മോഡലല്ലേ, അതുകൊണ്ടാണ് കേട്ടോ കാണിച്ചു തരണം ഫുള്ളായിട്ട്. നല്ലൊരു മാറ്റം തന്നെയാണ് വണ്ടിക്ക് വന്നത്. ലുക്ക് വൈസ് ആയാലും ക്വാളിറ്റി വൈസ് ആയാലും എന്തായാലും മാരുതി എന്തായിട്ടും നാണം കരുതിയിട്ടില്ല കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് സത്യത്തിൽ വളരെയധികം ഇഷ്ടമായിട്ട് ഈ ഒരു വണ്ടി. നല്ല പെട്രോൾ വണ്ടിക്ക് നല്ല ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വർക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ. പിന്നെ മൊത്തത്തിൽ നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തത്. ഈ ഒരു പോർഷനൊക്കെ പെൻഡറൊക്കെ അടിപൊളിയായിട്ടുണ്ട്. മുമ്പത്തെ ബെലിനെക്കാട്ടും സ്ട്രോങ് ആക്കിയിട്ടുണ്ട് വണ്ടി. പിന്നെ ലുക്കായാലും അടിപൊളി തന്നെയാണ്. ഇന്ത്യയിലൊക്കെ ഒരു രക്ഷയില്ല. നല്ല ക്വാളിറ്റിയിലുള്ള ഫൈബേഴ്സൊക്കെ അവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പുതിയ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയണത്. വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. പിന്നെ നമുക്ക് റിവേഴ്സിൻ്റെ കണക്ഷൻ എടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സൈഡ് ടൈൽ ലാമ്പ് നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലാണ് റിവേഴ്സൊക്കെ ഇതിൽ വരുന്നത്. ഡിക്കി ആയാലും അത്യാവശ്യം നല്ല വെയിറ്റ് കൊടുത്തിട്ടുണ്ടോ. മുമ്പത്തെ പേരിലോട്ട് നിങ്ങൾ കമ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സബിൻ്റെയും ക്യാമറയുടെയും വയർ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് സ്ലീവിലുണ്ട്. ജസ്റ്റ് ഒരു അളവ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്ത് വെച്ചിരുന്നുള്ളൂ കേട്ടോ. കണ്ടോ, ഇത് സബിൻ്റെ മെയിൻ വയറാണ്. ഇത് നമ്മളെ RC കേബിളിൻ്റെ വയറാണ്. സബ് ഇതിൻ്റെ സെറ്റിൽ നിന്നുള്ള ഔട്ട്പുട്ടാണ്, സബിലേക്ക് ഇൻപുട്ട് കൊടുക്കാനുള്ള സംഭവമാണ്. പിന്നെ ഇത് നമ്മളെ ക്യാമറയുടെ വയർ കേട്ടോ. ഇതിൽ ഒരു വയർ കൂടി പോകും. നമ്മളെ കീ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സബ് ഓൺ ആവുള്ളൊരു ലൈനും കൂടി പോകട്ടോ. അതുകൂടി നമുക്ക് വലിക്കാനുണ്ട്. അപ്പോൾ ഉണ്ടോ, താഴത്ത് നമ്മൾ വെച്ചേക്കാണ്. ഇതിനൊക്കെ ഒതുക്കി ഈ ഒരു സൈഡിൽ കൂടെ നമുക്ക് ബാക്കിൽ എത്തിക്കണം കേട്ടോ. ക്യാമറ വയറും സബ് വയറും
അപ്പോൾ ഈ ഒരു വയറിങ്ങൊക്കെ നമ്മൾ സ്ലീവ് ചെയ്യാൻ പോകും കേട്ടോ. അപ്പോൾ എങ്ങാനും ഷോർട്ട് സർക്യൂട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അതിൻ്റെ ഉറഞ്ഞ് ചാൻസൊക്കെ പെട്ടെന്ന് പൊട്ടാനുള്ള വയറുകളാണ് ഫുള്ള്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മെയിൻ വയേഴ്സൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇതിൽ കീ ഓൺ ചെയ്യുന്ന കണക്ഷനൊക്കെ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഇങ്ങനത്തെ ഫ്ലെക്സിബിൾ സ്ലീവ് ഇടാണ്ട് ഒരിക്കലും ചെയ്യരുത് ഈ ഒരു സൈഡിൽ കൂടെ ഒക്കെ. അപ്പോൾ അത് ഈ ഒരു പോർഷൻ വരെ നമുക്ക് സ്ലീവ് ഇട്ടാൽ മതി, ഇവിടുന്ന് ഇവിടം വരെ. ബാക്കി നമുക്ക് വയറിങ്ങിൻ്റെ കൂടെ ടൈ അടിച്ച് വെച്ചാൽ മതി കേട്ടോ. ഈ ഒരു പോർഷൻ മാത്രമാണ് സ്ലീവറിൻ്റെ കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബെലിനോടെ ഡോർ പേഡ് കാര്യങ്ങൾ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കോവാക്സിൽ സ്പീക്കേഴ്സൊക്കെ ഞാൻ നേരത്തെ കാണിച്ചു തന്നതാണ്. അപ്പോൾ ഫ്രണ്ടിൽ പയനിയറിൻ്റെയും ബാക്കിൽ ഇൻഫിനിറ്റിയാണ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ വർക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു സബ് ബൂഫർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. വയറിംഗ് കിറ്റ് വലിക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തന്നായിരുന്നു. ജസ്റ്റ് ഞാൻ സബ് ബൂഫർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ലുക്കിലാണ് നമ്മുടെ സബ് ബൂഫറൊക്കെ വരുന്നത് കേട്ടോ. കണ്ടോ, ട്രിക്കി ഓഡിയോ എന്ന് പറഞ്ഞ സബ് ബൂഫറാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വയറിംഗ് കിറ്റൊക്കെ നമ്മളിത് സ്ലീവൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ട് വന്നത്. അപ്പോൾ നമുക്ക് ഈ സീറ്റും അങ്ങനെ ആക്കുമ്പോഴൊന്നും ഷോർട്ട് സർക്യൂട്ടോ കാര്യങ്ങളൊന്നും ഷോർട്ട് കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. കറക്റ്റായിട്ട് ചെയ്തതാണ്. ഈ ലുക്കിലാണ് വയറിംഗ് ഒക്കെ വന്നതാണ് കേട്ടോ. നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ കണ്ടോ സൗണ്ട് നമുക്ക് ബാസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ സെപ്പറേറ്റ് ഔട്ടും കൂടി വന്നിട്ടുണ്ട്. ഈ സബ് ബൂഫറിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ഒരു സബ് തന്നെയാണ്. അതിനുള്ള റേറ്റും വരുന്നില്ല കേട്ടോ. പിന്നെ JBL കാര്യങ്ങളൊക്കെ കയറ്റുമ്പോൾ ഭയങ്കര റേറ്റ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ചെറിയൊരു ബാസ് എഫക്റ്റ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ചെറിയൊരു സബ് ബൂഫർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സ്പീക്കേഴ്സിന് വലിയ ലോഡ് ഉണ്ടാവില്ല കേട്ടോ. കറക്റ്റായിട്ട് നമുക്കൊരു ചെറിയൊരു തിയേറ്റർ എഫക്റ്റ് ആയിട്ട് നമുക്ക് കേൾക്കാനും പറ്റും. പിന്നെ ഈ ഒരു ബെലീനോട് നമ്മൾ ക്യാമറ ചെയ്തത് അതെ ബമ്പർ ഹോൾ അടിച്ചാട്ടാ. ഷോറൂമിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ബമ്പർ ഹോൾ അടിച്ചാണ് ചെയ്തിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെറ്റിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ക്യാമറ കേട്ടോ അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ആൾ വേണ്ടെന്ന് പറഞ്ഞു. വേറെ നമ്മളെ ഈ ഒരു മുകളിലേക്ക് ഹോൾ അടിക്കുന്ന ഓയിൽ ഫിറ്റ്മെൻ്റ് ആയിട്ടുള്ള തന്നെ ക്യാമറ വെക്കേണ്ടെന്ന് പറഞ്ഞു. ഈ ക്യാമറ അത്യാവശ്യം ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് ഈ ഒരു സെറ്റിൻ്റെ ഒപ്പം ഫ്രീ കിട്ടുന്നതല്ലേ. അപ്പോൾ നമ്മൾ ഫ്രീ കൊടുത്താണ്. അതുകൊണ്ട് തന്നെ വേറെ ക്യാമറ വെക്കേണ്ട, ആ ഒരു ക്യാമറ മതി എന്നുള്ളൊരു ഇതായി. അപ്പോൾ അങ്ങനെയാണ് ക്യാമറ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ ഞാൻ ഉള്ളിൽ എത്തിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഡോർ പേഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. മെയിനായിട്ട് ഇതിൽ സീറ്റ് കവേഴ്സും ഇൻഫോടൈൻമെൻറ്റും 4 ഡോർ സ്പീക്കറും ക്യാമറയാണ് ഉണ്ടായിരുന്നത് കേട്ടത്. ഇപ്പോൾ വർക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ സീറ്റ് കവേഴ്സ് കേട്ടോ. കണ്ടോ ഈ ലുക്കിൽ നമ്മുടെ സീറ്റ് കവേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ഓയിൽ ഫിറ്റ്മെൻ്റാണ് ചെയ്തതാണ് കേട്ടോ. കറക്റ്റ് വലിച്ച് ടൈറ്റ് ചെയ്തിട്ടുള്ള സെറ്റപ്പിലാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ വന്നത്. സ്റ്റിച്ചിങ് വന്നത് ടാൻ കളറിലാണ്. ബ്ലാക്കും ടാൻ കളറായിട്ടുള്ള മിക്സിങ്ങിലാണ് കസ്റ്റമർ സെലക്ട് ചെയ്തത്. ആ ഒരു ഡിസൈൻ നമ്മൾ അയച്ചു കൊടുത്തത് ആ കളറിൻ്റെ മതി എന്ന് പറഞ്ഞിട്ടാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ബ്രൈറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടാൻ കളർ ചെയ്തത്. അത്യാവശ്യം നല്ല രസമുള്ളൊരു ലുക്കായിട്ടുണ്ട് കേട്ടോ ടാൻ കളർ ചെയ്തിട്ട്. കണ്ടോ ബെലിനോയ്ക്ക് നല്ല രസമുണ്ട് കാണാനായിട്ട്. ബാക്ക് സീറ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിൽ ആംബ്രസ്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കണ്ടോ ഹെഡ് റെസ്റ്റും ഇല്ല, അതേപോലെ തന്നെ ആംബ്രസ്റ്റും ഇല്ല. സെൻറ്ററിൽ ആംബ്രസ്റ്റും ഇല്ല, ഹെഡ് റെസ്റ്റും ഇല്ല കേട്ടോ. കണ്ടോ നല്ല രസമായിട്ടുണ്ട് കാണാനായിട്ട്. ബ്ലാക്ക് ആയിട്ട് വരുന്നത് കേട്ടോ. ഞാൻ ഫ്ലാഷ് അടിക്കുന്നുണ്ട്. ആ ബ്ലാക്കിൻ്റെ ഒരു എടുപ്പ് നിങ്ങൾക്ക് അറിയാൻ പറ്റാത്. നൈറ്റ് ആയതുകൊണ്ടാണ് ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യാട്ടോ. പിന്നെ നമ്മുടെ ഇൻഫോടൈൻമെൻറ്റ് കേസുകളാട്ടോ പറയാനുള്ളത്. ഇത് നമ്മൾ മുമ്പൊരു വാഗണറിൽ കാണിച്ചൊരു സ്റ്റീരിയോ തന്നെയാണ്. പിന്നെ അതിൽ നമ്മൾ ആപ്പിൾ കാർപ്ലേ ചെയ്തിട്ടില്ല. ഇതിൽ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഉള്ളൊരു സ്റ്റീരിയോ ആണ്. നല്ല രസമാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി നൈസാട്ടോ. QLED ആണ് വരുന്നത്. അടിപൊളി സ്റ്റീരിയോ തന്നെയാണ്. T5 പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു സ്റ്റീരിയോ തന്നെയാണ് കേട്ടത്. പിന്നെ അതിൻ്റെ പാനൽ വന്നത് ABS ക്വാളിറ്റിയാണ് വന്നത്. കറക്റ്റ് ഫിറ്റ്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് ഒരു പാട്ടൊക്കെ വെച്ച് നോക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇക്വലൈസർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. T5ൻ്റെ സ്റ്റീരിയോ കാണിച്ചിരുന്നില്ല, ആ ഒരു ഇതിൽ തന്നെയാണ്. ഇതിലൊരുപാട് ഇക്വലൈസർ മോഡുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇൻഫോടൈൻമെൻറ്റിൽ വരുന്ന പോലെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ട്യൂൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ക്യാമറ ഇട്ട് കാണിച്ചു കേട്ടോ. ഞാൻ ബാക്കിലൊരു വണ്ടി കിടക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് വ്യൂ കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ല, നോക്കാം. ബാക്കിലൊരു സ്കോർപ്പിയോ കിടക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ ഫ്രീ കൊടുത്തൊരു ക്യാമറ കേട്ടോ. അത്യാവശ്യം ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. ആ വണ്ടി പോയാലും നമുക്ക് അതിൻ്റെ ഒരു വ്യൂ അറിയാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഞാൻ കാണിച്ചെന്നുള്ളൂ. ഒരു NCS മ്യൂസിക് വെച്ച് നമുക്ക് സൗണ്ട് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ ക്രോമിൽ എടുത്തതാണ് കേട്ടോ. ഡോർ അടച്ച് ഒരു സോങ് പ്ലേ ആവുന്നുണ്ട് ഇവിടെ കേട്ടോ. സൗണ്ട് ജസ്റ്റ് കൂട്ടാട്ടോ.
അപ്പോൾ ഇത്രയൊക്കെ കേട്ടോ, ചെറിയൊരു സോങ് വെച്ച് ഞാൻ കേൾപ്പിച്ചു കേട്ടോ. വലിയ കാര്യമായിട്ട് ഞാൻ കാണിച്ചു, എല്ലാ വീട്ടിലും കാണിച്ചു തരുന്നതാണ്. അതുകൊണ്ട് പിന്നെ മൊത്തത്തിൽ ഇൻഫോടൈൻമെന്റ് കാണിച്ചു തരണമെന്നില്ല കേട്ടോ. ഇത് നമ്മളൊരു ഒരു പ്രാവശ്യം നിങ്ങളെ കാണിച്ചു തന്നൊരു സ്റ്റീരിയോ ആണ്. പിന്നെ ഇത് ആപ്പിൾ കാർപ്ലേ ഒരു സ്റ്റീരിയോ എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള തീം കാര്യങ്ങളൊക്കെ ഇതിൽ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. കണ്ടോ, തീം നമുക്ക് വേണമെങ്കിൽ ഏത് തീമുകളൊക്കെ കേട്ടോ. കാരണം ഇതിലാണ് ഇപ്പോൾ ഫസ്റ്റ് വന്നതാണ് തീം ഇതാണ്. അതിലാണ് ഇത് ഒരുപാട് തീമുകളിൽ വന്നിട്ടുണ്ടോ. ഇഷ്ടമുള്ള നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഇമെയിൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാപ്പ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ പ്ലേ സ്റ്റോറിൽ നമുക്ക് ഇതിന് പറ്റണ ആപ്പുകളൊക്കെ നമുക്ക് ഇതിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നല്ല ഒരു ക്ലാരിറ്റി ഉള്ള ഡിസ്പ്ലേ തന്നെ വന്നതാണ്. ചിലതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചില മങ്ങലൊക്കെ ഉണ്ടാവും. ഇത് നൈസാട്ടോ സംഭവം. സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. മറ്റൊരു മുമ്പ് വെച്ചായിരുന്ന സ്റ്റീരിയോനെക്കാട്ടും ഒരു 10 വോളിയം കൂടുതലുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കാട്ടും കുറച്ചുകൂടി വോളിയം ഉണ്ട്. അതിലൊരു 20 വെക്കുമ്പോൾ ഇതിലൊരു 15 വെച്ചാൽ മതി. അങ്ങനത്തെ ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ട് ഈ ഒരു ഇൻഫോടൈൻമെന്റിൽ കേട്ടോ. പിന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ഇക്വലൈസറൊക്കെ നൈസാണ്. ഇപ്പോൾ സോങ് കാര്യങ്ങളൊക്കെ ഇഷ്ടമായി. പിന്നെ റിവേഴ്സ് ക്യാമറയും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് മൊബൈൽ ഫോൺ പോലെ തന്നെ ഇത് യൂസ് ചെയ്യാം കേട്ടോ. തന്നെയുള്ളൂ നമ്മൾ ഇൻഫോടൈൻമെന്റ് കേസ്. പിന്നെ ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ പൈനറായതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്. ബാക്കിൽ ഇൻഫിനിറ്റി ഒട്ടും കുറവില്ലാത്ത സാധനം തന്നെയാണ് വെച്ചേണതും. പിന്നെ ഒരു ചെറിയൊരു സബ് ഊഫർ എഴുതുന്നുണ്ട്. അതിൻ്റെ ഒരു ബാസ് എഫക്റ്റും കൂടി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചെറിയൊരു ബാസ് എഫക്റ്റ് നമുക്ക് കിട്ടിയാലാണ് രസമുള്ളൂ കേൾക്കാനായിട്ട്. സ്പീക്കർ മാത്രമായിട്ട് ബാസ് കിട്ടണമെങ്കിൽ കമ്പോണൻ്റ് ഒക്കെ ചെയ്യേണ്ടി വരും. അതിന് വരെ നമുക്കൊരു അണ്ടർ സീ സബ് ഊഫറോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു 10 ഇഞ്ചിൻ്റെ സബ് ഊഫർ ആഡ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ BT മ്യൂസിക് ചെയ്യാം കേട്ടോ. നമുക്ക് മൊബൈലിൽ തന്നെ നമുക്ക് പാട്ട് വെച്ചിട്ട് ഇതിൽ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട്. ഇതിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനൊക്കെ സിമ്പിളാണ് കേട്ടോ. ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനുള്ള കണക്ടിവിറ്റി നമുക്ക് ഇതിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ മൊബൈൽ ഫോൺ വരും. അത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി. ഒരു ചെറിയൊരു പാസ്വേഡ് ഉണ്ട്. ഒരു 4 0 അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പാസ്വേഡായി. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള ഇൻഫോടൈൻമെൻറ്റ് കേസുകളൊക്കെ. റേഡിയോ ഒക്കെ കറക്റ്റായിട്ട് ട്യൂൺ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഫസ്റ്റ് മാനുവലായിട്ട് ട്യൂൺ ചെയ്യണം. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓരോരോ നമ്പേഴ്സായിട്ട് കിട്ടും കേട്ടോ. ഈ ഒരു സെഡ് ലിങ്ക് എന്ന് പറഞ്ഞ ഒരു ആപ്പ് കണ്ടോ. ആ ഒരു ആപ്പാണ് നമ്മൾ ആപ്പിൾ കാർപ്ലേ അതേപോലെ തന്നെ ആൻഡ്രോയിഡ് കിട്ടുക. പിന്നെ മിററിങ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വേറെ എക്സ്ട്രാ വന്നിട്ടുണ്ട് കേട്ടോ. ഫോൺ ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ.